മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ടാം ചരമവാർഷികമാണ് ഇന്ന്. കേന്ദ്ര യോഗങ്ങൾക്ക് ശേഷമാണ് ഡൽഹിയിൽ നിന്ന് മുഖ്യമന്ത്രി മടങ്ങിയെത്തിയത്. ഇപ്പോൾ മുഖ്യമന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ വസതിയിൽ എത്തിയിരിക്കുകയാണ്. ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, എപ്പോഴാണ് മുഖ്യമന്ത്രി എത്തിയത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തുല്യനിഷ്ഠ സഹോദരൻ തന്നെയാണ് എന്നായിരുന്നു കോടിയേരി മരിച്ച സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. ആ കോടിയേരിയുടെ വസതിയിലേക്ക് രണ്ടാം ഓർമ്മ ദിനത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. കോടിയേരിയുടെ വീട്ടിൽ മുഖ്യമന്ത്രി ഇന്ന് കോടിയേരിയുടെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യും. അല്പസമയത്തിനകം അനാച്ഛാദനം ചെയ്യും. കോടിയേരിയുടെ വീട്ടിലാണ് ഒരു മ്യൂസിയം ഉള്ളത്. ആ മ്യൂസിയത്തിന് താഴെ കോടിയേരിയുടെ ഒരു പൂർണ്ണകായ പ്രതിമ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ അനാച്ഛാദന കർമ്മം അല്പസമയത്തിനകം നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെയുണ്ട്. മന്ത്രി പി രാജീവ് ഉണ്ട്. ബാക്കി പാർട്ടിയുടെയും മുന്നണിയിലെയും മറ്റു പാർട്ടികളിലെയും നേതാക്കൾ കൂടി പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ കാരായി രാജൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരായി രാജൻ സംസാരിച്ചതിന് ശേഷം അർദ്ധകായ പ്രതിമ അനാച്ഛാദനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി നിർവഹിക്കും എന്നിപ്പോൾ കാരായി രാജൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി നിർവഹിക്കുന്നു. പിണറായി വിജയൻ നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ ആമുഖ പ്രസംഗമാണ് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ഏറെ വികാരപരമായ രംഗമാണ്. ഒരുപക്ഷെ കോടിയേരി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിരിക്കുന്ന മുഖം, ഏറ്റവും നല്ല ബന്ധം, കർക്കശ നിലപാടും സൗഹൃദമായ പെരുമാറ്റവും അതായിരുന്നു കോടിയേരി. ആ കോടിയേരിയുടെ ചിരിക്കുന്ന മുഖമുള്ള അർദ്ധകായ പ്രതിമ വീട്ടിൽ അല്പസമയത്തിന് അനാച്ഛാദനം ചെയ്യും. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വേണു പരേഷൻ ധർമ്മടമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോടിയേരിയുടെ വസതിയിൽ എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടിയേരിയുടെ രണ്ടാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. പാർട്ടി കോടിയേരിയെ ഓർമ്മിക്കുന്ന ദിവസമാണ് ഇന്ന്. ആ ദിവസമാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് മുഖ്യമന്ത്രി കോടിയേരിയുടെ വസതിയിൽ എത്തിയിരിക്കുന്നത്. കോടിയേരിയുടെ അർദ്ധകായ പ്രതിമയുടെ അനാച്ഛാദനം മുഖ്യമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. PB അംഗം ബൃന്ദ കാരാട്ടും എത്തിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, സംസ്ഥാന സമിതി അംഗം P ജയരാജൻ, സ്പീക്കർ AN ഷംസീർ, മന്ത്രി P രാജീവ്, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങിയവരെല്ലാം ഉണ്ട്. ദൃശ്യങ്ങളിലേക്ക്. നിങ്ങളുടെ ചിരിയതുമായില്ല, നിങ്ങളുടെ ചിരിയതുമായില്ല, ഞങ്ങളുടെ എല്ലാം ഉള്ളിനുള്ളിൽ നിങ്ങൾ അനശ്വര നക്ഷത്രം. സഖാവ് കോടിയേരി സിന്ദാബാദ്. നിങ്ങളുടെ ഓർമ്മ പുതുക്കുമ്പോൾ നിങ്ങളുടെ ശില്പി മനോജ് കുമാറിനുള്ള ഉപഹാര സമർപ്പണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടിയേരിയുടെ വീട്ടിലെത്തിയ അദ്ദേഹത്തിൻ്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ്. ഇന്ന് കോടിയേരിയുടെ രണ്ടാം ചരമവാർഷിക ദിനമാണ്. പാർട്ടി വലിയ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടത്തിൽ കോടിയേരി എത്രമാത്രം പ്രസക്തമായിരുന്നു കോടിയേരിയുടെ പ്രവർത്തനങ്ങളെന്ന് ഇന്ന് പാർട്ടിയുടെ മുഖപത്രത്തിൽ MV ഗോവിന്ദൻ ലേഖനവും എഴുതിയിരുന്നു. പുതിയ വെല്ലുവിളികൾ നേരിടാൻ കോടിയേരിയുടെ ഓർമ്മകളും പ്രവർത്തന ചരിത്രവും പാർട്ടിക്ക് കരുത്താകട്ടെ എന്ന് MV ഗോവിന്ദൻ ആഹ്വാനവും ചെയ്തു. ഇപ്പോൾ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ നേതാക്കന്മാരെല്ലാവരും കോടിയേരിയുടെ വസതിയിലെത്തിയിരിക്കുകയാണ്. അവിടെ ഈ അർദ്ധകായ പ്രതിമയുടെ അനാച്ഛാദനമാണ് അല്പസമയം മുൻപ് മുഖ്യമന്ത്രി നിർവഹിച്ചത്. ഇപ്പോൾ MV ഗോവിന്ദനടക്കം രക്തപുഷ്പങ്ങൾ അർപ്പിക്കുകയാണ് ഈ പ്രതിമയ്ക്ക് മുന്നിൽ. പ്രമുഖ നേതാക്കന്മാരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. PB അംഗം ബൃന്ദ കാരാട്ടും അവിടെയുണ്ട്. സംസ്ഥാന സെക്രട്ടറി, മറ്റു നേതാക്കന്മാർ ഒക്കെയുണ്ട് അവിടെ. ഇപ്പോൾ മന്ത്രി P രാജീവിനെയും കാണാം. ദീപക് ധർമ്മടം വീണ്ടും ചേരുന്നു. ദീപക്, വിവരങ്ങൾ. അനാച്ഛാദനം ചെയ്തു, പുഷ്പാർച്ചന നടത്തി കഴിഞ്ഞു. ഇപ്പോൾ ശില്പിക്കും ഈ രൂപം തയ്യാറാക്കിയ കലാകാരനുമുള്ള ഉപഹാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് നൽകുന്ന ദൃശ്യങ്ങളാണ് തലത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. കോടിയേരിയുടെ ചിരിക്കുന്ന മുഖം സ്വന്തം വീട്ടിൽ അർദ്ധകായ പ്രതിമയായി. ദീപക്കിലേക്ക് വരാം. ഇപ്പോൾ പിണറായി വിജയൻ കോടിയേരിയുടെ വസതിയിൽ എത്തിയിരിക്കുന്നു. കോടിയേരിയുടെ അർദ്ധകായ പ്രതിമയുടെ അനാച്ഛാദന കർമ്മവും നിർവഹിച്ചിരിക്കുകയാണ്. കോടിയേരിയുടെ രണ്ടാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. കേന്ദ്ര യോഗങ്ങൾക്ക് ശേഷമാണ് പിണറായി കണ്ണൂരിലെത്തിയിരിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ പാർട്ടിക്കെതിരെ ഉയരുന്ന ഒരു ഘട്ടമാണ്. പിണറായി വിജയൻ ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ ശില്പിക്ക് ആദരവും നൽകിയിരിക്കുകയാണ്.
അതിനുശേഷം ഇന്നിപ്പോൾ പൊതുപരിപാടികളുണ്ട്. സംസ്ഥാനത്തുടനീളം പാർട്ടി പ്രവർത്തകർ കോടിയേരി ഓർമ്മിക്കുന്ന ദിനമാണ്. മുഖ്യമന്ത്രി ഒരുപക്ഷെ ഇന്ന് ഈ പൊതുയോഗങ്ങളിൽ പാർട്ടിക്കെതിരെ ഉയർന്നിരിക്കുന്ന പുതിയ ആരോപണങ്ങളുടെ സാഹചര്യം വിശദീകരിക്കാനിടയുണ്ട്. ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിശദമായ പ്രതികരണവും പ്രതീക്ഷിക്കുകയാണ്. വളരെ ശക്തമായ വിമർശനങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നത്, സർക്കാരിനെതിരെ ഉയർന്നത്, പാർട്ടിക്കെതിരെയും ഉയർന്നത്. ഇതിലൊക്കെ മറുപടി നൽകും എന്നാണ് നേരത്തെ ഡൽഹിയിൽ വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ എത്തിയിരിക്കുന്നത്. ഇതിനിടെ ഒരു ദേശീയ ദിനപത്രത്തിന് അദ്ദേഹം നൽകിയ അഭിമുഖവും വിവാദമായിരിക്കുകയാണ്. അതിലും വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് സംസ്ഥാന സെക്രട്ടറി വിശദീകരണം നൽകുകയുണ്ടായി. അതേസമയം CPIയുടെ പ്രതികരണം ശ്രദ്ധാർഹമായിരുന്നു. ഒരുപാട് കാര്യങ്ങളിൽ ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടിനോട് CPIയുടെ വിയോജന സ്വരമുയർന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം എന്ന നിലയിലാണ് പിണറായിയുടെ ഈ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശത്തെയും CPI കാണുന്നത് എന്നത് കെ രാജൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തവുമാണ്. അത് ഏറ്റുപിടിക്കാൻ CPI ഇല്ല എന്ന നിലപാട് തന്നെയാണുള്ളത്. അതുകൊണ്ട് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ നടത്തിയിരിക്കുന്ന അഭിപ്രായ പ്രകടനം എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് ഘടകകക്ഷികളെ കൂടെ വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിലടക്കം ഇന്നിപ്പോൾ ഒരുപക്ഷെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേക്കാം. എന്തായാലും അതിനെല്ലാമുള്ള സന്ദർഭമായി ഇപ്പോൾ ഈ കോടിയേരിയുടെ ഓർമ്മ ദിനം അതിന് കാരണമാവുകയാണ്. മുഖ്യമന്ത്രി ഇന്ന് ഈ കാര്യങ്ങളിലെല്ലാം പ്രതികരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ദീപക് ധർമ്മടം വീണ്ടും ചേരുന്നു. ദീപക്, വിവരങ്ങൾ. തീരുമാനിച്ചിട്ടുമില്ല. ഈ പ്രതിമ, അർദ്ധകായ പ്രതിമ കോടിയേരിയുടെ അനാച്ഛാദനം മാത്രമാണ് നടന്നത്. അതിനുശേഷം അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. അത് കഴിഞ്ഞ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പുഷ്പാർച്ചന ചെയ്തു. PB അംഗം വൃന്ദ കാരാട്ട് പുഷ്പാർച്ചന നടത്തി. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി കോടിയേരിയുടെ വീട്ടിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. ഏറെ വികാരപരമായ ദൃശ്യമാണ്. ഒരുപക്ഷെ കോടിയേരി ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് പാർട്ടി സഖാക്കൾ ആലോചിക്കുന്ന ഒരു വേളയിൽ കൂടിയാണ്. പാർട്ടി വലിയൊരു പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ കോടിയേരിയുടെ രണ്ടാം ഓർമ്മദിനം സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറെ നിർണായകമായ പാർട്ടി സന്ധിയിൽ എത്തി നിൽക്കുമ്പോൾ, ഒരു പ്രതിസന്ധി എത്തി നിൽക്കുമ്പോഴുള്ള ഒരു ഓർമ്മദിനം കൂടിയാണ് വേണം. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി കോടിയേരിയുടെ വീട്ടിലെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ടാം ചരമവാർഷിക ദിനത്തിലാണ് പിണറായി എത്തിയിരിക്കുന്നത്. കോടിയേരിയുടെ അർദ്ധകായ പ്രതിമയും അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കുടുംബവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പിണറായി. ഇന്ന് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പൊതുപരിപാടിയിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിവാദങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി മറുപടി നൽകുമെന്നും കരുതുന്നു.